ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് jQuery സെലക്ടേഴ്സിനെ കുറിച്ചാണ്. jQuery സെലക്ടേഴ്സ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് jQuery ലൈബ്രറി. jQuery ലൈബ്രറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് jQuery സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. jQuery സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് allow ചെയ്യുന്നു യു ടു സെലക്ട് ആൻഡ് മാനിപ്പുലേറ്റ് HTML elements. HTML elements സെലക്ട് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും jQuery സെലക്ടേഴ്സ് allow ചെയ്യുന്നു. jQuery സെലക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഓർ സെലക്ട് HTML elements based on their name. jQuery സെലക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഒന്നെങ്കിൽ ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ ഉപയോഗിക്കുന്നു jQuery സെലക്ടേഴ്സ്. ഏത് HTML elements based on their name, ID, classes, types, attributes, values of attributes and much more. HTML elements in the name, ID, classes, types, attributes അല്ലെങ്കിൽ values of attributes ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് HTML elementsനെ സെലക്ട് ചെയ്യാനോ ഫൈൻഡ് ചെയ്യാനോ jQuery സെലക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ എക്സിസ്റ്റിംഗ് CSS സെലക്ടേഴ്സ്. ഇതെന്ത് ചെയ്യാണ് CSS സെലക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണുള്ളത്. ആൻഡ് ഇൻ അഡീഷൻ ഇറ്റ് ഹാസ് സം ഓൺ കസ്റ്റം സെലക്ടേഴ്സ്. ഇതിനെന്താണ് സം കസ്റ്റം സെലക്ടേഴ്സും ഇതിനുണ്ട്. ഓൾ സെലക്ടേഴ്സ് ഇൻ jQuery സ്റ്റാർട്ട് വിത്ത് $. ഒരു $sign വെച്ചാണ് jQuery സെലക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തുണ്ടാവും, ഒരു പാരന്തസിസും കൂടെ ഉണ്ടാവും. ദ എലമെൻറ്റ് സെലക്ടർ, ഫസ്റ്റ് പറയുന്നത് എലമെൻറ്റ് സെലക്ടറാണ്. ദ jQuery എലമെൻറ്റ് സെലക്ടർ സെലക്ട്സ് എലമെൻറ്റ് ബേസ്ഡ് ഓൺ ദ എലമെൻറ്റ് നെയിം. എലമെൻറ്റ് നെയിമിനെ ബേസ് ചെയ്തുകൊണ്ട് എലമെൻസിനെ സെലക്ട് ചെയ്യാൻ jQuery എലമെൻറ്റ് സെലക്ടറാണ് ഉപയോഗിക്കുന്നത്. യു ക്യാൻ സെലക്ട് ഓൾ P elements ഓൺ എ പേജ് ലൈക്ക് ദിസ്. P എലമെൻസിനെ സെലക്ട് ചെയ്യാൻ ഒരു P അതിൻ്റെ ഉള്ളിൽ ടാഗിൻ്റെ ഉള്ളിൽ P വെച്ചാൽ യു ക്യാൻ സെലക്ട് ഓൾ P elements ഓൺ ദ പേജ് ലൈക്ക് ദിസ്. $P എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, വെൻ എ യൂസർ ക്ലിക്സ് ഓൺ എ ബട്ടൺ, യൂസർ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ P elements വിൽ ബി ഹിഡൻ. ഓൾ P elements എന്തായും ഹിഡൻ ആവും. അതിന് എക്സാമ്പിളാണ് $document.ready ഫംഗ്ഷൻ, $button.click ഫംഗ്ഷൻ, $p_hide എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ഇത് ചെയ്യുമ്പോൾ വെൻ എ യൂസർ ക്ലിക്സ് ഓൺ എ ബട്ടൺ ഓൾ P elements വിൽ ബി ഹിഡൻ. യൂസർ എന്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ P elements മൊത്തം ഹിഡൻ ആയിട്ടുണ്ടാവും. ദ ഹാഷ് ID സെലക്ടർ, അതുപോലെ മറ്റൊരു സെലക്ടറാണ് ഹാഷ് ID സെലക്ടർ. ദ jQuery ഹാഷ് ID സെലക്ടർ യൂസസ് ദ ID attribute of an HTML tag to find a specific element. The jQuery hash ID selector uses the ID attribute. The jQuery hash ID selector uses the ID attribute of an HTML tag to find the specific element. An ID should be unique within a page, so you should use the hash ID selector when you want to find a single unique element. എന്താ പറയുന്നത്, ഒരു ID എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. ഒരു പേജിൽ ഒരു ID പോലെ മറ്റൊരു ID കാണില്ല. അപ്പോൾ ID യുണീക്ക് ആയതുകൊണ്ട് തന്നെ ഹാഷ് ID സെലക്ടർ ഒരു യുണീക്ക് എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. To find element with a specific ID, write hash character followed by the ID of the HTML element. To find the element with a specific ID, write a hash character followed by the ID of the HTML element, $#test. Example, when a user clicks on a button, the element with the ID test will be hidden. അതായത് യൂസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ എലമെൻറ്റ് വിത്ത് ID ടെസ്റ്റ് ആയ എലമെൻറ്റ് വിൽ ബി ഹിഡൻ. അങ്ങനത്തെ എലമെൻറ്റ്സ് ഒക്കെ ഹിഡൻ ആവുന്നതാണ് ഒരു എക്സാമ്പിൾ. അതിനുള്ള എക്സാമ്പിളാണ് $document.ready ഫംഗ്ഷൻ, $button.click ഫംഗ്ഷൻ, $#test_hide എന്ന പ്രോഗ്രാമാണ് അതിന് എക്സാമ്പിൾ. ഇനി ക്ലാസ് സെലക്ടർ, class selector. The jQuery class selector finds elements with a specific class. അപ്പോൾ ഒരു സ്പെസിഫിക് ക്ലാസ്സിലെ എലമെൻസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ jQuery ക്ലാസ് സെലക്ടർ ആണ് ഉപയോഗിക്കുന്നത്.
To find elements with a specific class, write a period character followed by the name of the class. To find elements with a specific class, അതായത് സ്പെസിഫിക് ക്ലാസ്സിലുള്ള എലമെൻസിനെ ഫൈൻഡ് ചെയ്യുക. റൈറ്റ് എ പീരിയഡ് ക്യാരക്ടർ ഫോളോയിഡ് ബൈ ദ നെയിം ഓഫ് ദ ക്ലാസ്. $.test അതാണ് ഡോട്ട് ക്ലാസ് സെലക്ടറിന് എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ, വെൻ എ യൂസർ ക്ലിക്സ്, യൂസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ എലമെൻറ്റ്സ് വിത്ത് ക്ലാസ് ടെസ്റ്റ് വിൽ ബി ഹിഡൻ. ടെസ്റ്റ് എന്ന പേരിലുള്ള ക്ലാസ്സിലുള്ള എലമെൻറ്റ്സ് മുഴുവൻ എന്തായിരിക്കും? ഹിഡൺ ആയിരിക്കും. അതാണ് എക്സാമ്പിൾ. അതിന് എക്സാമ്പിളാണ് $document.ready ഫംഗ്ഷൻ, $button.click ഫംഗ്ഷൻ, $.test hide. അപ്പം ഇത് യൂസർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ എലമെൻറ്റ്സ് വിത്ത് ക്ലാസ് ടെസ്റ്റ് എന്ന പേരിലുള്ള ക്ലാസ്സിലുള്ള എലമെൻറ്റ്സ് will be hidden. ഇനി മോർ എക്സാമ്പിൾസ് ഓഫ് jQuery സെലക്ടേഴ്സ്. jQuery സെലക്ടേഴ്സിന് മോർ എക്സാമ്പിൾ പറയുകയാണ്. $* സെലക്ട്സ് ഓൾ എലമെൻറ്റ്സ്. $this സെലക്ട്സ് ദ കറൻറ്റ് HTML എലമെൻറ്റ്. $p.intro സെലക്ട്സ് ഓൾ p elements with class intro. $p_first സെലക്ട്സ് ദ ഫസ്റ്റ് p element. $ul list first selects the first list of element of the first UL. $ul li first child selects the first list element of every UL. ഇതൊക്കെ സിൻടാക്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ്. അപ്പം jQuery സെലക്ടേഴ്സ് ആണ് ഈ പറയുന്നതൊക്കെ. $*, ഇതൊക്കെ jQuery സെലക്ടേഴ്സ് ആണ്. $p.intro, $p_first, $ul list first, $ul list first child, $href, $a target blank, $a target null equal to blank, $a target equal to blank, $a target not equal to blank. അപ്പോൾ $href എന്ന് പറഞ്ഞാൽ സെലക്ട്സ് ഓൾ എലമെൻറ്റ്സ് വിത്ത് href ആട്രിബ്യൂട്ട്. HRE ആട്രിബ്യൂട്ടിലുള്ള എല്ലാ എലമെൻറ്റ്സിനും സെലക്ട് ചെയ്യാൻ $href എന്ന് ടൈപ്പ് ചെയ്താൽ മതി. $a target blank, $a target equal to blank selects all a elements with a target attribute value equal to blank. ടാർജറ്റ് ആട്രിബ്യൂട്ട് വാല്യൂ ഈക്വൽ ടു ബ്ലാങ്ക് ആണെങ്കിൽ ആ എലമെൻസിനെ മൊത്തം സെലക്ട് ചെയ്യാൻ $a target equal to blank എന്ന് ടൈപ്പ് ചെയ്താൽ മതി. $a target not equal to blank എന്ന് സെലക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് സെലക്ട്സ് ഓൾ എലമെൻറ്റ്സ് വിത്ത് ടാർജറ്റ് ആട്രിബ്യൂട്ട് വാല്യൂ നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക്. നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക് ആട്രിബ്യൂട്ട് വാല്യൂ ആയ എലമെൻസിനെ കിട്ടാൻ വേണ്ടി ഈ സെലക്ടർ ഉപയോഗിക്കുന്നു. ഇനി $button ഉപയോഗിച്ചാൽ സെലക്ട്സ് ഓൾ ബട്ടൺ എലമെൻറ്റ്സ് ആൻഡ് ഇൻപുട്ട് എലമെൻറ്റ്സ് ഓഫ് ടൈപ്പ് ബട്ടൺ. അപ്പം $button എന്ന സെലക്ടറാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇറ്റ് സെലക്ട്സ് ഓൾ ബട്ടൺ എലമെൻറ്റ്സ് ആൻഡ് ഇൻപുട്ട് എലമെൻറ്റ്സ് ഓഫ് ടൈപ്പ് ബട്ടൺ. $tr even selects all even tr elements. $tr.odd selects all odd tr elements. അപ്പം ഇത് കുറച്ച് jQuery സെലക്ടേഴ്സ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന jQuery സെലക്ടേഴ്സ് ആണ്. അതിൻ്റെ ഉപയോഗങ്ങളുമാണ്. അത് എന്തിനൊക്കെ സെലക്ട് ചെയ്യുന്നു അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.